ആൻസൈറ്റി എന്നത് ഒരു രോഗം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സർവൈവൽ റെസ്പോൺസ് കൂടിയാണ്. ഒരു അപകടമോ ഭീഷണിയോ ഉണ്ടെന്ന് ബ്രെയിനിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ റെഡിയാകും. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നത്, റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ടാവുന്നത്, വയറ്റിന് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും മോശം സംഭവിച്ചാലോ എന്ന ചിന്തകൾ നമുക്ക് വന്ന് നിറയുന്നത്. പ്രശ്നം എപ്പോഴാണ്? റിയൽ ത്രെറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസിലും നമ്മുടെ ബ്രെയിൻ ഈ അലാം കണ്ടിന്യൂസ്ലി അടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ആൻസൈറ്റി നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചില ബിഹേവിയേഴ്സ് ചെയ്തെന്നിരിക്കും. നിങ്ങൾ ഓഫീസ് മീറ്റിങ്ങിൽ സംസാരിക്കാൻ ഭയമുണ്ടെന്ന് കരുതുക. അപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് മുഴുവൻ ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കാം. മീറ്റിങ്ങിന് ശേഷവും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേക്കാം. പക്ഷെ അതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഞാൻ അവിടെ സംസാരിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അവിടെ സേഫ് ആയിരുന്നത്. ഇതിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ സേഫ്റ്റി ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ടെമ്പററിലി നമ്മുടെ ആൻസൈറ്റി അവിടെ അത് കുറച്ചേക്കാം. ഇവ ചെയ്യുമ്പോൾ ആൻസൈറ്റി കുറയുന്നത് പോലെ തോന്നും. പക്ഷെ അവിടെ ബ്രെയിൻ പഠിക്കുന്നത് ഞാൻ ഈ ബിഹേവിയർ ചെയ്തതുകൊണ്ടാണ് ഞാൻ അവിടെ സേഫ് ആയിരുന്നത്. അതിലും പ്രധാനമായി ഇത് ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ സുരക്ഷിതനാണ് എന്നൊരു ലേണിംഗ് അവിടെ ബ്രെയിനിന് നഷ്ടമാവുന്നു. അതുകൊണ്ട് തന്നെ ആൻസൈറ്റി ട്രീറ്റ്മെൻറ്റിൽ ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ ഈ ബിഹേവിയേഴ്സ് പതുക്കെ കുറയ്ക്കുകയും സുരക്ഷിതമായി നിങ്ങളുടെ ഭയത്തെ നേരിടാനും നമ്മൾ പരിശീലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓർക്കുക, നമ്മളെ സുരക്ഷിതരായി വെക്കുന്ന ചില ചെറിയ ബിഹേവിയേഴ്സ് ആയിരിക്കാം നമ്മുടെ ആൻസൈറ്റിയെ ജീവനോടെ നിലനിർത്തുന്നതും.